ഇനി നമുക്ക് റൂൾസ് ഓഫ് ഡ്രോയിങ് ഇമേജസ് ഫൗണ്ട് ബൈ സ്പെറിക്കൽ ലെൻസസ്. നമ്മൾ മിറേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ? മിറേഴ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എ റേ ഓഫ് ലൈറ്റ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വിൽ പാസ് ത്രൂ ദ റിഫ്ലക്ട് ബാക്ക് ത്രൂ ദ ഫോക്കസ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതേപോലെ തന്നെയാണ് ലെൻസിൻ്റെ കാര്യത്തിലും. റിഫ്ലക്റ്റ് ചെയ്യില്ല, റിഫ്രാക്റ്റ് ആൻഡ് പാസ് ത്രൂ ദ ഫോക്കസ്. പക്ഷേ ഈ ലെൻസിന്, സ്പെറിക്കൽ മിറേഴ്സിന് ഒരു ഫോക്കസേ ഉള്ളൂ, മനസ്സിലായോ? പക്ഷേ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ 2 ഫോക്കസ് ഉണ്ട്, 2 ഫോസൈ. സോ ഇത് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസും ഉണ്ട്, അടുത്ത ഫോസൈ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ സൈഡിൽ എടുക്കുന്നതൊക്കെ F1 ആയിട്ട് എടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതാണെങ്കിൽ ഇത് C1, ഇതായിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ C2, അങ്ങനെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് F1 എന്ന് വെച്ചാൽ ഈ ഭാഗത്തിൻ്റെ ഫോക്കസ്, ഇത് ഈ ഭാഗത്തിൻ്റെ ഫോക്കസ്. ഇങ്ങനെ ലൈറ്റ് വന്നാൽ ഇവിടെ കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൂൾ ഇതാണ്: എ റേ ഓഫ് ലൈറ്റ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് റേ ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് ഓപ്റ്റിക്കൽ സെൻറ്റർ. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇവിടെ നിങ്ങൾ ശരിക്കും 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഒന്നിങ്ങനെ നടന്നിട്ട് പിന്നെ ഒന്നിങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങോട്ട്. അത് നിങ്ങളങ്ങനെ വരയ്ക്കണമെന്നില്ല ലെൻസിൽ. നിങ്ങളിങ്ങനെ ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, ഒരു സെൻറ്ററിലോട്ട് വരിക, സെൻറ്ററിൽ വരെ നേരെ വന്നിട്ട് പിന്നെ അങ്ങനെ ഡൈവേർട്ട് ചെയ്താൽ മതി. അത് കറക്റ്റ് എങ്ങനെ വരുന്നതെന്നുള്ളത് 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ട കാര്യമില്ല. സോ ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ പാസ് ത്രൂ എ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ആ ലൈൻ എവിടെ പോയിട്ട് F2 പാസ് ചെയ്യും. ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ ഇൻ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്. In the case of concave length, it appears to diverge from this point. ഈ പോയിന്റിൽ നിന്ന്, ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അയാളുടെ കണ്ണിതാണെന്ന് വയ്ക്കുക, അയാൾക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വരുന്നതായിട്ട് തോന്നും. ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫസ്റ്റ് ഫോക്കസ്. ഇത് F1 ഫസ്റ്റ് ഫോക്കസാണ്, ഈ സർഫസിൻ്റെ ഫോക്കസാണിത്. അപ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫസ്റ്റ് ഫോക്കസ്. ഇതാണ് ഫസ്റ്റ് റൂൾ. ഒന്ന് എഴുതിയെടുത്തോളൂ. നമുക്ക് സെക്കൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് റൂൾ പറയുന്നത്, ഇമാജിൻ ദാറ്റ് എ റേ ഓഫ് ലൈറ്റ് ഈസ് കമ്മിങ് പാസിങ് ത്രൂ ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. 2 പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. Then it will emerge out, after refraction, it will emerge out parallel to the principal axis. Okay. കോൺകേവ് ലെൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കോൺകേവ് ലെൻസിൽ നമ്മൾ പറയുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഇവിടുത്തെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട് F1, അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈറ്റിനെ കുറിച്ചല്ല പറയുന്നത്. പകരം പറയുന്നത് എ ലൈറ്റ് റേ വിച്ച് അപ്പിയേഴ്സ് ടു മീറ്റ് F2. ഇവിടെ ഈ ലെൻസ് ഇല്ലായിരുന്നെങ്കിൽ, ലെൻസിന് ഇതുപോലെ ഒരു ചെറിയൊരു ഹോളിട്ട് നമ്മളൊരു ടണൽ പോലെ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇത് റിഫ്രാക്ഷൻ നടക്കാതെ F2 ചെന്ന് മുട്ടിയേനെ. ദാറ്റ് മീൻസ് ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ് F2, പ്രിൻസിപ്പൽ ഫോക്കസ് സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ദ റിഫ്രാക്ഷൻ വിൽ ഒക്കർ ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ വിൽ മൂവ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇത് F1 കൂടി കടന്നു പോകുന്ന റേയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് F1 കൂടി കടന്നു പോകുന്ന റേ വരും, അത് ഡൈവേർജ് ചെയ്ത് ഏത് വഴിക്കെങ്കിലും പോയിക്കോളും. പക്ഷേ ഇവിടെ പറയുന്നത് F2 ചെന്ന് മുട്ടാനുള്ള പാകത്തിന് വരുന്ന ഒരു റേ, അതിൻ്റെ ഡയറക്ഷൻ ആ രീതിയിലാണ്, നേരെ ചെന്ന് F2 മുട്ടാം. ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ് അറ്റ് F2. അങ്ങനെ ഒരു റേ വന്നു കഴിയുമ്പോൾ ദാറ്റ് വിൽ റിഫ്രാക്ട് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊന്നും ചോദിച്ചെന്ന് വരില്ല, പക്ഷേ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്താ കാര്യമെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട്. ഇനിയുള്ള റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഒരുപാട് റേ ഡയഗ്രം നിങ്ങൾക്ക് ചോദിക്കാം. റേ ഡയഗ്രം ചോദിക്കുമ്പോൾ ഈ 3 നിയമങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ അങ്ങോട്ട് വരക്കണം, ഇങ്ങോട്ട് വരക്കണം, റേ എങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് റൂൾസും തറോ ആയിരിക്കണം, ആസ് ഇൻ ദ കേസ് ഓഫ് മിറേഴ്സ്, സ്പെറിക്കൽ മിറേഴ്സ്. ഇവിടെയുള്ള ഏക കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഫോക്കസ് ഉണ്ട്, 2 ഫോസൈ ഉണ്ട്.
അതുമാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ റൂൾ എന്താണെന്ന് നോക്കാം. ഇങ്ങനെ 3 റൂൾസേ ഉള്ളൂ. അത് 3 നിങ്ങളൊന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് എ സ്പെറിക്കൽ ലെൻസ്. ഏത് സ്പെറിക്കൽ ലെൻസിന്, കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും, അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്ന ഒരു റേ കടന്നു പോയാൽ അത് അപ്പിയർ ചെയ്യാനൊന്നും വേണ്ട, വെറുതെ അങ്ങനെ കടന്നു പോകുക. ഏതിനും ഒപ്റ്റിക്കൽ സെൻറ്റർ ഒന്നേ ഉള്ളൂ എല്ലാ ലെൻസിനും. അപ്പോൾ ഈ സ്പെറിക്കൽ ലെൻസ് വിൽ എമേർജ് ഔട്ട് വിതൗട്ട് എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും ഇല്ലാതെ പുറത്തേക്ക് എമേർജ് ചെയ്യും. കാര്യം എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ വെറുതെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിലൂടെ ഒരു ലൈറ്റ് ബീം കടന്നു പോവുകയാണെങ്കിൽ, ഇഫ് എ ലൈറ്റ് ബീം പാസസ് ത്രൂ ദിസ് ഒപ്റ്റിക്കൽ സെൻറ്റർ, then it will pass undeviated. ഒരു ഡീവിയേഷനും ഇല്ലാതെ സ്പീഡ് കുറയും, വെലോസിറ്റി, പക്ഷേ there won't be any deviation. ബെൻഡിങ് ഉണ്ടാവില്ല എന്നാണ് ടെക്സ്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ബെൻഡിങ് ഇല്ലാതെ പോകണമെങ്കിൽ എന്താണ് കേസ്? ബെൻഡിങ് ഇല്ലാതെ റിഫ്രാക്ഷൻ മാത്രം നടന്ന് സ്പീഡ് മാത്രം കുറഞ്ഞു പോകുന്ന കേസ് ഏതാണ്? വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0, നോർമലായിട്ട് വീഴണം. ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദ ലൈറ്റ് ബീം. ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ O എന്നിരിക്കട്ടെ. ഈ ലൈറ്റ് ബീമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതിൻ്റെ നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും, ഇതായിരിക്കും ഡയറക്ഷൻ നോർമലിൻ്റെ. ഇതിൻ്റെ നോർമൽ എടുത്താൽ ഇത് തന്നെയായിരിക്കും ഡയറക്ഷൻ. കാരണം അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വരയ്ക്കുന്ന വരെ ഇങ്ങനെ തന്നെയായിരിക്കും. ഇതായിരിക്കും ചിലപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതിൻ്റെ ഈ ലൈൻ. അപ്പോൾ ഈ കേസിൽ ആ പറഞ്ഞത് ശരിയാണ്. ഏത്? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 0, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0. ഈ ഒരു റേയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്, ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ അതർ റേ? അതർ റേ എന്ന് പറയുന്നത് ഈ റേയും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പാസ് ചെയ്താൽ ഇറ്റ് വോണ്ട് ഡീവിയേറ്റ് എന്നാണ് പറയുന്നത്. അതെന്താ കാര്യം? കാരണം ഇത് ഒരു സ്പിയറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ സ്പിയറിൻ്റെ സെൻറ്റർ ഇത്, ഈ പോയിൻ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന വര ആയിരിക്കും അതിൻ്റെ നോർമൽ, അല്ലേ? ദിസ് ഇസ് ലൈൻ. അപ്പോൾ അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ. സോ ദിസ് വിൽ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് നോട്ട് 0. പക്ഷേ എങ്ങനെ അത് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഐ അഗ്രി, നോർമലാണ്. ഇങ്ങനെയാണെങ്കിൽ ദർ ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റേ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഈ റേയുടെ നോർമൽ എന്ന് പറയുന്നത് ദേ ഈ ലൈനാണ്. ഇതാണ് നോർമൽ. സോ ദർ ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സോ ദർ ഷുഡ് ബി ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പക്ഷേ അതും ഞാൻ വരച്ചപ്പോൾ ഒരല്പം ഇങ്ങനെ വരയ്ക്കാം. ഇമാജിൻ എ റേ കമ്മിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ പോകുന്നതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റിൽ നോർമൽ വരച്ചാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വേണ്ടേ? ഉണ്ടാവും. ഇല്ല എങ്കിൽ ഈ റിഫ്രാക്ഷൻ്റെ ലോ തെറ്റിപ്പോവും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കണം. സി, ഐ വിൽ റീഡ്രോ ഇറ്റ് അഗെയിൻ. ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്നിരിക്കട്ടെ. ഇതതിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്റർ എന്ന് ഇരിക്കട്ടെ. ഇനി ഇവിടെ നിന്നൊരു റേ വരുന്നതായിട്ട് ചിന്തിക്കുക. സോ ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതാണെന്നിരിക്കട്ടെ, C2. ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതാണെന്നിരിക്കട്ടെ, C1. സോ ദിസ് ഈസ് C2 ആൻഡ് ദിസ് ഈസ് C1. ഇനി ഇവിടെ നിന്നൊരു റേ ഇതിൻ്റെ നേരെ തന്നെ വരുന്നതായിട്ട് ചിന്തിക്കുക. എ റേ കമ്മിങ് ലൈക്ക് ദിസ്. ഈ റേ ലെൻസില്ലായിരുന്നെങ്കിൽ ഇതിനകത്തുകൂടി പാസ് ചെയ്ത് പോകേണ്ടതാണ്.
പക്ഷേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് നോട്ട് സീറോ. കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുമായിട്ട് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ. ഇതാണ് നോർമൽ. അപ്പോൾ ദർ ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ എന്ത് തന്നെയാലും ലോസ് ഓഫ് റിഫ്രാക്ഷൻ തെറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ ബെൻഡ് എ ലിറ്റ് ടുവേർഡ്സ് എ നോർമൽ. ഇവിടെ വന്നിട്ട് അതൊരല്പം ബെൻഡ് ചെയ്യും. ഇവിടെ വരും. ഇവിടെ നിന്ന് അത് ബെൻഡ് ചെയ്ത് ഇവിടെ വന്നെന്ന് വിചാരിക്കും. അല്പം ബെൻഡ് ചെയ്തു. ഇത് ഇവിടെ വരുമ്പോൾ വിച്ച് ഈസ് ദ നോർമൽ? നോർമൽ ഈസ് ദിസ് വൺ. ഇതാണ് നോർമൽ ഇതിൻ്റെ. അപ്പോൾ അത് ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇച്ചിരി ഒന്ന് എവേ ഫ്രം ദ നോർമൽ ഇങ്ങനെ പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ റേ സെൻറ്റർ ഓഫ് കർവേച്ചർ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ വരുന്ന റേ ഇതിനകത്തൊരല്പം ഡീവിയേഷൻ നടക്കും. പക്ഷേ എന്നിട്ട് പുറത്തോട്ട് പോകും. പക്ഷേ നിങ്ങളൊരു ഓർക്കണം, ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ? ഒപ്റ്റിക്കൽ സെൻറ്ററിന് നേരെ വരുന്ന റേ വന്നു കഴിയുമ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈന് ഇതിലൂടെ പോകേണ്ടതാണ്. ഇപ്പോൾ ഇതിലൂടെ പോയി. ദീസ് ടു ആർ പാരലൽ. ഇത് പാരലലാണ്. ആൻഡ് ദിസ് ഈസ് ദ ലാറ്ററൽ ഷിഫ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പോകുന്നവരിൽ ഏതുവരെയും ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ മാത്രമേ അൺഡീവിയേറ്റഡ് ആയിട്ട് പോവുള്ളൂ. ബാക്കിയെല്ലാം ഡീവിയേറ്റ് ചെയ്യും. പക്ഷേ ഡീവിയേഷനിൽ ബെൻഡിങ് എങ്ങനെ നടക്കുന്നില്ല. അത് എങ്ങനെ അല്ലാതെ പോകുമായിരുന്നു, അതിന് പാരലായിട്ടാണ് പോകുന്നത്. ഇനി ഇമാജിൻ ദാറ്റ് യു ആർ യൂസിങ് എ വെരി തിൻ ലെൻസ്. വളരെ തിൻ ലെൻസ് ആണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ അടുത്തടുത്തടുത്തിരിക്കും. തിക്നെസ് ഓഫ് ദ സ്ലാബ് കുറഞ്ഞാൽ 2 ലൈനും കൂടി അടുക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതേപോലെ അടുത്തടുത്തടുത്തിരിക്കും. അപ്പോൾ വി വിൽ ഫീൽ ദാറ്റ് ഇൻ കേസ് ഓഫ് എ തിൻ ലെൻസ്, in case of thin lens എന്ത് സംഭവിക്കും? in case of thin lens, if a ray passes through the optical center, if a ray comes as if it is passing through the optical center, it will pass undeviated എന്ന് പറയേണ്ടി വരും. ഓൾമോസ്റ്റ് അൺഡീവിയേറ്റഡ്. കാരണം ഇതിങ്ങനെ അടുത്തടുത്ത് വന്ന് എന്തായാലും അത് പാരലായിട്ടേ പോവുള്ളൂ. മനസ്സിലായോ? അതാണ് അതിൻ്റെ പ്രത്യേകത. സോ ഇൻ കേസ് ഓഫ് എ തിൻ ലെൻസ്, ഇഫ് എ റേ ഓഫ് ലൈറ്റ് passes through the optical center, then it will pass undeviated. ഓൾമോസ്റ്റ് അൺഡീവിയേറ്റഡ് അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരും വളരെ എളുപ്പത്തിന് പറഞ്ഞു പോകുന്ന ഇറ്റ് വിൽ പാസ് അൺഡീവിയേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റേ ഒഴികെ ബാക്കിയെല്ലാം വന്നാലും ഒരല്പം ഡീവിയേഷൻ വരും. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഇറ്റ് വിൽ ബി പാരലൽ ടു ദ ആക്ച്വൽ റേ. ഈ റേക്ക് പാരലലായിരിക്കും ഇത്. തിൻ ലെൻസ് ആകുമ്പോൾ ഈ ലാറ്ററൽ ഷിഫ്റ്റ് വളരെ വളരെ കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ സ്പെറിക്കൽ ലെൻസസ് ഉപയോഗിച്ചിട്ട് ഉള്ള ഇമേജ് ഫോർമേഷൻ പഠിക്കാനുള്ള റൂൾസ്, അത് ഡ്രോ ചെയ്യുമ്പോഴുള്ള റൂൾസ് നമ്മൾ പഠിച്ചു വരാനായിട്ട് ഇനി നമുക്ക് മിറേഴ്സിൽ ചെയ്ത പോലെ തന്നെ ഒബ്ജക്റ്റ് പല പൊസിഷനിൽ വെച്ചിട്ട് വേർ വിൽ ബി ദ ഇമേജ് ഫോംഡ്, ഇമേജിൻ്റെ നേച്ചർ എന്തായിരിക്കും എന്നുള്ളതും കൂടി പഠിക്കാം. സോ ഇൻ ദ ഫസ്റ്റ് കേസ് വി ആർ ലേണിംഗ് അബൌട്ട് കോൺവെക്സ് ലെൻസസ്. നമ്മൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് അത് കഴിഞ്ഞിട്ട് പഠിക്കാം. കോൺവെക്സ് ലെൻസ്, അപ്പോൾ ആദ്യം നമ്മൾ എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും ഒബ്ജക്റ്റ് വെക്കുക. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഫോർ എക്സാമ്പിൾ സൺ. അപ്പോൾ അവിടെ നിന്ന് പാരലൽ ലൈൻസ് ആയിരിക്കും വരുന്നത്. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് ഒപ്റ്റിക്കൽ സെൻറ്റർ. അതിലൂടെയും ഒക്കെ ലൈറ്റ് റേസ് വരുന്നു. വാട്ട് ഈസ് ദ റൂൾ? All the line coming parallel to the incident, parallel to the principal axis will get refracted and will pass through the focus. അപ്പോൾ എല്ലാ ലൈറ്റും ഇതേപോലെ ഫോക്കസിലൂടെ വന്നിട്ട് ഇറ്റ് വിൽ ബി ഫോക്കസ്ഡ് അറ്റ്. ഇവിടെ 2 ഫോക്കസ് ഉണ്ട് കേട്ടോ.
ഇതിന് F1ഉം F2ഉം ലെൻസിന് അങ്ങനെയാണ്, രണ്ട് ഫോക്കസ് സെറ്റ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോ ഇറ്റ് വിൽ ഗെറ്റ് ഫോക്കസ്ഡ് അറ്റ് F2. F1 ആണ് നമ്മൾ ഈ സൈഡ് പിടിക്കുകയാണെങ്കിൽ F2, ഇനി ഇപ്പുറത്താണ് പിടിക്കുകയാണെങ്കിൽ F1ൽ ഫോക്കസ് ചെയ്യും. പക്ഷേ നമ്മളുടെ റൂള് പറയുന്നത് എന്താണ്, എപ്പോഴും ഇൻസിഡൻറ്റ് റേ ഷുഡ് കം ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ F2ൽ ഫോക്കസ് ചെയ്യും. ദിസ് ഈസ് ദ ഡയഗ്രാം. ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇമേജ്? ഇമേജ് ഈസ് image formed is one real. നിങ്ങൾ സണ്ണിൽ പിടിക്കുമ്പോൾ സണ്ണിൻ്റെ ചെറിയ സ്പോട്ടായിട്ട് ആ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കത്തുപിടിക്കുകയും ചെയ്യും, കാരണം എന്താ വെച്ചാൽ തെർമൽ റേഡിയേഷൻസും അവിടെ വന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റിയൽ 2. ദെൻ ഇൻവേർട്ടഡ്, അത് ഇൻവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്. 3 highly diminished. It is very 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 diminished. വളരെ ദൂരെയുള്ളത് വളരെ ചെറുതായിട്ട് ഫോക്കസിൽ വളരെ ഡിമിനിഷ്ഡ് ആയിട്ട് വരും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻവേർട്ടഡ് ഓൾസോ. ഇൻവേർട്ടഡ് ആണ്, നമുക്ക് സണ്ണിനെ സംബന്ധിച്ച് ഇൻവേർട്ടഡ് ആണോ ഇല്ലെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ ദറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. നൗ സോ ദിസ് ഈസ് ദ ഡയഗ്രാം. Object at infinity. അപ്പോൾ ഇത് വരച്ചെടുത്തോളണം. ഓക്കെ, നൗ ലെറ്റ് us consider the second case. Object beyond F1, not at infinity but beyond 2F1. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മൾ മിറേഴ്സിലായപ്പോഴത്തേക്ക് ഇത് ഫോക്കസ് എന്നും ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നുമാണ് പറഞ്ഞിരുന്നത്. ഇത് ഇപ്പോഴും ഈ ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ തന്നെയാണ്. ബട്ട് ദാറ്റ് വിൽ ബി twice that of the focal length. ഈ ഇത് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ദിസ് വിൽ ബി 2F. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ സെൻറ്റർ ഓഫ് കർവേച്ചറിന് വരാൻ 2F1 എന്നും 2F2 എന്നും ഒക്കെയാണ് പറയുന്നത്. ദിസ് ഈസ് F2. 2F2 2F1 എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചറിന് പകരം വി വിൽ സേ 2F1. ഓക്കെ, നൗ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പക്ഷേ ഫോർ സർട്ടൺ റീസൺസ് അതവിടെ നിൽക്കട്ടെ. ഇറ്റ് ഈസ് ആസ് ട്വൈസ് ദ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമ്മൾ 2F1 എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നൗ ദ ഇമേജ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് 2F1, നോട്ട് അറ്റ് ഇൻഫിനിറ്റി ബട്ട് ബിയോണ്ട് 2F1. സോ ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇവിടെ നിന്ന് 2 റേസ് നമ്മൾ ഇമാജിൻ ചെയ്യുക. വൺ ഈസ് ഫ്രം ദ ടിപ്പ് ടു this direction, that is moving parallel to the optical axis of the principal axis. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇതിങ്ങനെ പോകുന്നു. സോ വേർ ഇറ്റ് വിൽ പാസ് ത്രൂ ദ F2 focus. It will pass through the focus. ഇനി another ray, it is passing through the optical center. What will happen? It will pass undeviated. ഡീവിയേഷൻ ഇല്ലാതെ പോകുന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത്, കാരണം തിൻ ലെൻസാണ്. സോ ഇറ്റ് വിൽ പാസ് അൺഡീവിയേറ്റഡ് ആൻഡ് ദ ഇമേജ് വിൽ ബി ഫോംഡ് ഹിയർ. എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ F2 ആൻഡ് 2F2. വെൻ ദ ഓബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2F1, then the image formed by a convex lens will be formed in between 2F2 and F2. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും വീഴുന്നത്. ഇനി വാട്ട് ഈസ് ദ നേച്ചർ? ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. ദെൻ ഇതാണ് ഇതിൻ്റെ സൈസ്, ഇത് അതിലും ചെറുതാണ്. സോ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. ദെൻ ഇറ്റ് ഈസ് റിയൽ. യു ക്യാൻ ഫോം ഇറ്റ് ആണ് സ്ക്രീൻ. സോ അത് റിയലുമാണ്. സോ ദ ഇമേജ് ഈസ് റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ് ആൻഡ് ഫോംഡ് ബിറ്റ്വീൻ F1 ആൻഡ് 2F1. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് വരച്ചെടുക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത 2 കേസിലേക്ക് പോകാം. 2 കേസ് കഴിഞ്ഞു. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1. നൗ വി ആർ നൗ കൺസിഡറിങ് ഒബ്ജക്റ്റ് അറ്റ് 2F1, ദാറ്റ് ഈസ് അറ്റ് C, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ. അതാണ് 2F1 എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് അറ്റ് 2F1. ഇവിടെ നമ്മൾ ഇതാണ് ഇമേജ്, ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് 2 റേ, 1 റേ ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദാറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ് F2 ആൻഡ് ഇറ്റ് വിൽ മീറ്റ് ഹിയർ
Now another ray coming, passing through the optical center, that will pass undeviated and that will meet here, and the image will be formed at 2f2. And what about the size? It is a real image. And what about the size? What is the position? It is inverted. It is inverted. And what about the size? Size is same size. So image, nature of image. One, what is the nature? It is real. Second one, it is inverted. And third one is, it is same size. And fourth one, where it is formed? It is formed at 2f1. Image is at 2f2, not 2f1. It is 2f2. Sorry, it is at 2f1 and this is 2f2. Sorry, image placed at object placed at 2f1 and the image is formed at 2f2. So it is formed at 2f2. Draw this diagram. Now we come to object between 2f1 and f1. In between, this is the object in between 2f1 and f1. Let us see how the image is formed. A line is, a ray of beam is coming, a ray of light is coming parallel to the principal axis. This is the principal axis, this is the optical center, and it will pass through the focus f1. Sorry, this is f2. It will pass through the focus f2. Another ray of light which is passing through the optical center, that will pass without any refraction. So it is meeting and it will meet at this point, and this is the image, and image will be another ray of light like this. You can imagine it will pass undeviated and the image will be formed here. So now what is the nature of image? Image is one real. You can project it on a screen, so that is real. Then second one, it is inverted. Then what about the third one? It is enlarged. It is enlarged. This is the size of the object, but the size of the image is much bigger, so it is enlarged. Then what about the fourth condition? It is formed beyond 2f2. It is formed beyond 2f2. That is center of curvature, C2. Okay, so let us take this, and after that there are two more in convex lens and two more in concave lens. That we will do in the next video. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് രണ്ടും ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് സൈൻ കൺവെൻഷൻ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉണ്ട്, മിറർ ലെൻസ് ഫോർമുലയുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കുറച്ച് ക്വസ്റ്റ്യൻസ് CBSEയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും 4 പടവും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.